56 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവിയാണ് ഹൈറോകൊത്തേറിയം. ഇതിൽ സെൻട്രൽ ഏഷ്യയുടെ സ്റ്റെപ്പി പ്രദേശങ്ങളിൽ എത്തിപ്പെട്ട ഹൈറോകൊത്തേറിയമാണ് പിന്നീട് കുതിരകളായി മാറുന്നത്. അതേപോലെ വടക്കൻ ആഫ്രിക്കയിലെ വേറിട്ടൊരു ആവാസ മേഖലയിൽ എത്തിപ്പെട്ട ഹൈറോകൊത്തേറിയങ്ങളാണ് പിന്നീട് കഴുതകളായി മാറുന്നത്. കുതിരകളെയും അതേപോലെ ആഫ്രിക്കയിലെ മറ്റു വന്യജീവികളെയും അപേക്ഷിച്ച് കഴുതകൾ വളരെ സൈലന്റ് ആയ ഒരു ജീവിയാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? മറ്റു ജീവികൾക്ക് അവരുടെ നാട്ടിൽ നേരിട്ട പോലെയുള്ള ഭീഷണികളോ അല്ലെങ്കിൽ ശക്തമായൊരു വേട്ടമൃഗങ്ങളുടെയോ ആക്രമണം കഴുതകൾക്ക് അവരുടെ ആവാസ മേഖലയിൽ നേരിടേണ്ടി വന്നിട്ടില്ല എന്നതാണ്. സത്യം പറഞ്ഞാൽ കഴുതകളുടെ ശബ്ദം കേട്ടാൽ തന്നെ പേടിച്ചോടുന്ന വേട്ടക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ആഫ്രിക്കൻ മെയിൻലാൻഡിലെ കാര്യം അങ്ങനെയായിരുന്നില്ല. സിംഹം, പുലി, ഹൈന പോലുള്ള ശക്തരായ മൃഗങ്ങളോട് ഏറ്റുമുട്ടേണ്ടതുള്ളത് കൊണ്ട് ഇവയെല്ലാം ശാരീരികമായും മാനസികമായും കൂടുതൽ വീര്യമുള്ള ജീവികളായി പരിണാമപ്പെടുകയാണ് ചെയ്തത്. നേരെ മറിച്ച് ഇപ്പുറത്തുള്ള കഴുതകൾ നല്ല കംഫർട്ട് സോണിൽ ജീവിച്ച് വളർന്നത് കൊണ്ട് പല കാര്യങ്ങളിലും ഇദ്ദേഹം സൈലന്റ് ആണ്. ശരി, ഈ മേഖല ഇത്ര സുരക്ഷ നൽകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മെയിൻലാൻഡ് ആഫ്രിക്കയിലെ ജീവികളൊന്നും ഇവിടെ വന്ന് താമസിക്കുന്നില്ല? ഇതിനുത്തരം ജീവികളുടെ എണ്ണത്തിലാണ് കിടക്കുന്നത്. കഴുതകളുടെ കൂട്ടം എടുത്തു കഴിഞ്ഞാൽ അതിൽ 50 മുതൽ 70 വരെയുള്ള കഴുതകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നമ്മളിപ്പോൾ മാൻ സീബ്രകളുടെ ഹേർഡ് എടുത്തു കഴിഞ്ഞാൽ 1000 മുതൽ ലക്ഷക്കണക്കിന് മൃഗങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇത്രയും ജീവികൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണ ലഭ്യത ഈ പ്രദേശങ്ങളിൽ ഇല്ല. അതുകൊണ്ട് അവസാനം ഫുഡ് കിട്ടാതെ മരിക്കേണ്ടി വരും. പക്ഷേ കഴുതകളുടെ എണ്ണവും ഈ പ്രദേശത്തെ റിസോഴ്സും ടാലി ആവുന്നത് കൊണ്ട് അവർക്ക് ഇവിടെ സുഖമായി ജീവിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന ചാലഞ്ചസ് ആണ് നമ്മളെ ശക്തരാക്കി മാറ്റുന്നത്.